യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 3 വാക്യം 36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ നിത്യജീവൻ ലഭിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ് നമ്മുടെ ജീവൻ്റെ ആധാരം. ഈ നിത്യജീവൻ സൗജന്യമാണ്. യേശുവിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ് അതിലെ വ്യവസ്ഥ. ഈ വിശ്വാസത്തിൻ്റെ വ്യവസ്ഥ ഏതൊരാൾക്കും നിത്യജീവൻ എന്നതിന് ഉറപ്പ് നൽകുമ്പോൾ തന്നെ വിശ്വസിക്കാത്തവർക്ക് ഇത് പ്രാപിക്കാനാവുകയില്ല എന്നുകൂടെ വ്യക്തമാക്കുന്നു. വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത് കാണുന്നത് പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല എന്നാണ്. വിശ്വാസം അനുസരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇതിൽ വ്യക്തമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അവിടുത്തെ സ്നേഹത്തോടുള്ള പ്രതികരണം കൂടെയാണ്. അവിടുന്ന് ആദ്യമേ നമ്മെ സ്നേഹിച്ചു, തൻ്റെ ജീവനെ തന്നു. ക്രിസ്തുവിൻ്റെ ആ യാഗത്തിൽ വിശ്വസിക്കുകയും നമ്മോട് വെളിപ്പെടുത്തിയ സ്നേഹത്തോട് പ്രതികരിച്ച് ഹൃദയപൂർണ്ണതയോടെ സ്നേഹിക്കുകയും വേണം. അങ്ങനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് യേശുവിനെ അനുസരിക്കാതിരിക്കാൻ കഴിയുകയില്ല. തിരിച്ചു ചിന്തിച്ചാൽ യേശുവിനെ അനുസരിക്കാതിരിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ വിശ്വസിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നില്ല എന്ന് തൻ്റെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുമ്പോൾ നിത്യജീവൻ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് യേശുവിനോടുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിലും ഹൃദയപൂർണമായ അനുസരണത്തിലും ലഭിക്കുന്നതാണ് എന്ന് വ്യക്തം. അല്ലാത്തവരിൽ ജീവന് പകരം ദൈവക്രോധമാണ് വസിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ തന്ന് സ്നേഹിച്ചിട്ടും അത് വിശ്വസിക്കാൻ കഴിയാത്തവരിൽ അവരുടെ പാപം നിമിത്തമുള്ള ന്യായവിധി നിലനിൽക്കുന്നു എന്നാണ് അതിനർത്ഥം. ദൈവം സ്നേഹപൂർണനായിരിക്കുമ്പോൾ തന്നെ നീതിമാനാകിയാൽ പാപത്തിന് ശിക്ഷ നൽകുകയും ചെയ്യും എന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്നു. യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയുടെ ന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിത്യജീവൻ്റെ അവകാശികളാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.